തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനത്തോടെ CPMും തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ വന്നിരിക്കുകയാണ്. MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമെന്ന് തലശ്ശേരി അതിരൂപത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും ഗോവിന്ദൻ മാഷ് ഗോവിന്ദ ചാമിയെ പോലെ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് തുറന്നടിച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ പ്രശംസിച്ച പാംപ്ലാനി അവസരവാദി എന്നായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. ആദ്യം MV ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംപ്ലാനി അപ്പഞ്ഞുട്ടി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവുമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. ഇവിടെ RSന്റെ ഓഫീസിൽ. ബോധപൂർവം തന്നെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ താൻ വിമർശനം പേരെടുത്തു പറഞ്ഞ് ഉന്നയിക്കുന്നത് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തലശ്ശേരി അതിരൂപതയും CPMും തമ്മിൽ നേർക്കുനേർ തർക്കം ആയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഗോവിന്ദൻ മാഷ് ഗോവിന്ദ ചാമിയെ പോലെ പെരുമാറരുത് എന്ന് തുറന്നടിച്ചിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ്. ഇത് കത്തോലിക്ക സഭയും CPMും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറുവാനുള്ള സാധ്യതയും കാണുകയാണ്. TG സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ജോസഫ് പാംപ്ലാനി എന്ന് പറയുമ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്കെതിരെ CPM ബോധപൂർവം ഇപ്പോൾ നടത്തുന്ന ആക്രമണം, അതിന്റെ പിന്നിലെ അജണ്ട എന്തായിരിക്കും? മഞ്ജുഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസഫ് പാംപ്ലാനി എന്നാൽ ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ കേരളത്തിലെ അധിപനാവാൻ, സീറോ മലബാർ സഭയുടെ തലപ്പത്ത് എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടി തന്നെ ജോസഫ് പാംപ്ലാനിക്കെതിരായ കടന്നുകയറ്റത്തെ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു. ചുരുക്കത്തിൽ അത് കത്തോലിക്ക സഭയും CPMുമായുള്ള ഏറ്റുമുട്ടലായി കൂടി മാറുകയാണ്. ഈ കത്തോലിക്ക കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന തലശ്ശേരി അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുവരെ ജോസഫ് പാംപ്ലാനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളെല്ലാം യുവ നേതാക്കളുടേതായിരുന്നു, അത് വിട്ടുകളഞ്ഞു. എന്നാൽ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് ഏറ്റെടുത്തോടുകൂടി നേർക്കുനേർ പോരാട്ടത്തിന് അവർ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ആ പ്രസ്താവനയിൽ നൽകുന്ന സൂചന. ഇതോടുകൂടി ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മാറ്റമുണ്ടാവുന്നത് നമുക്കറിയാം. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ BJPയും കത്തോലിക്ക സഭയും തമ്മിലുള്ള അടുപ്പം അകലുന്നു, ആ ഭയബന്ധം കുറയുന്നു എന്നതാണ്. പക്ഷേ അതിനുശേഷം ജോസഫ് പാംപ്ലാനി നടത്തിയ ചില നിലപാടുകളോട് വിമർശനങ്ങൾ പൊതുവിലുണ്ടായി. പക്ഷേ അത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ വിമർശനമുണ്ടായത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, DYFI നേതാക്കൾ, ഒടുവിൽ ഇവിടെ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരമൊരു നിലപാടെടുത്തു. ഇതോടുകൂടി ഈ രാഷ്ട്രീയ സാഹചര്യം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എന്നതാണ്. അത് CPMും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി തന്നെ അത് മാറുന്നു എന്ന സാഹചര്യം വരും. കാരണം ജോസഫ് പാംപ്ലാനി എന്ന വ്യക്തിക്ക് കത്തോലിക്ക സഭയിൽ വലിയ സ്വാധീനമുണ്ട്. അത് ചുരുക്കത്തിൽ തലശ്ശേരി അതിരൂപതയും CPMും തമ്മിലുള്ള പോരാട്ടത്തിൽ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് അത് കത്തോലിക്ക സഭയും CPM തരത്തിലുള്ള പോരാട്ടത്തിലേക്ക് മാറുമോ എന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ കത്തോലിക്ക സഭയുമായിട്ട് പല തവണയും ഇങ്ങനെ CPM നേർക്കുനേർ വാക്പോരിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ മുമ്പ് തിരുവമ്പാടി വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടും ഒക്കെ ഉണ്ടായിരുന്നു, അത് അറിയാവുന്നതാണ്. താമരശ്ശേരി അതിരൂപത ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അതൊക്കെ ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ സഭയുമായിട്ട് അത്രയൊരു അകലത്തിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല അങ്ങനെ ഒരു പരസ്പരം ഒരു പോരിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഈ വിഷയത്തിൽ, ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ CPMും നന്നായിട്ട് ഇടപെട്ടതാണ്. അവർക്ക് മോചനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ MPമാർ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ബോധപൂർവമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ MV ഗോവിന്ദൻ പാംപ്ലാനിക്കെതിരെ ഇങ്ങനെയുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ, സഭയെ പിണക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയായി മാറുകയല്ലേ ഇത്? സ്വാഭാവികമായും അതിലേക്കാവാൻ അത് എത്തിച്ചേരാൻ സാധ്യത. പക്ഷേ കത്തോലിക്ക സഭയെ പിണക്കാൻ സ്വാഭാവികമായും CPM ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് ജോസഫ് പാംപ്ലാനിയിൽ മാത്രം ആ വിമർശനം ഒതുങ്ങാൻ അവർ ലക്ഷ്യമിടുന്നുണ്ടാവും. കാരണം അതിൻ്റെ മറ്റൊരു പശ്ചാത്തലമുണ്ട്. കാരണം നേരത്തെ ഒരുപക്ഷെ BJPയെ പുകഴ്ത്തി കേരളത്തിൽ BJPക്ക് കൂടുതൽ MPമാരുണ്ടാവണമെന്ന
സാധ്യത പങ്കുവെച്ചയാളാണ് ജോസഫ് പാംബ്ലാനി. അത് നേരത്തെ വലിയ വിവാദമാവുകയും ചെയ്തതാണ്. റബ്ബറിന് വില വർദ്ധിപ്പിക്കണം എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ എം വി ഗോവിന്ദനും ഇത്തരൊരു നിലപാടെടുക്കുന്നതാണ് പ്രത്യേകമായ കാര്യം. വരികൾക്കിടയിലൂടെയല്ല അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം ആവർത്തിക്കുന്നു, വീണ്ടും ആവർത്തിച്ച് കൃത്യമായി തന്നെ അത് പറയാൻ ശ്രമിക്കുന്നു എന്നത് CPM അതിൽ കൃത്യമായ ചില രാഷ്ട്രീയ നീക്കം മുന്നിൽ കാണുന്നു എന്നതാണ്. പക്ഷേ അത് കത്തോലിക്ക സഭയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം രാവിലെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് എം വി ഗോവിന്ദൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജോസഫ് പാംബ്ലാനി അടക്കമുള്ള മറ്റുള്ളവരുടെയും പ്രതികരണമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലുള്ള ഏറ്റുമുട്ടൽ ഏത് തലം വരെ പോകുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കത്തോലിക്ക സഭയെ നേരിട്ട് പിണക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഈ ഘട്ടത്തിൽ CPM തയ്യാറാകുമോ? ഒരുപക്ഷെ തയ്യാറാകാൻ സാധ്യതയില്ല. കാരണം അത് ആത്മഹത്യാപരം എന്നൊരു വിലയിരുത്തൽ അത് മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂരിലെ BJPയുടെ വിജയമൊക്കെ ആ സമയത്തൊക്കെ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണം CPM നടത്തിയിരുന്നു. അതുപോലെ തന്നെ ചില സഭാപിതാക്കന്മാർ ഇപ്പോൾ ഈ തലശ്ശേരി അതിരൂപതയും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസും ഒക്കെ അവഗണിക്കുന്നുണ്ടെങ്കിലും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത് ചില സഭാ മേധാവിമാർ ഇങ്ങനെ RSSുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്നു, എത്ര തിരിച്ചടി ഉണ്ടായാലും അവർ പഠിക്കുന്നില്ല, നിയമമുള്ളവരുടെ അവസ്ഥയാണ് ജോസഫ് പാംബ്ലാനിക്ക് എന്ന ഒരു പ്രതികരണമായിരുന്നു നടത്തിയത്. അതിരൂപത അത് കാര്യമായിട്ട് എടുത്തില്ല. അത് കാരണം കൊച്ചു പയ്യൻ എന്ന് പറഞ്ഞ് VK സനോജിനെ വിട്ട് കളയുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ MV ഗോവിന്ദൻ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ പ്രതികരണം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ സജിത്ത് പറഞ്ഞതുപോലെ ഇത് ഈ RSSുമായിട്ടും BJPയുമായിട്ടും അടുപ്പം സൂക്ഷിക്കുന്ന സഭാ മേധാവികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്കാണ് പോകുന്നത് എന്നും തോന്നുന്നുണ്ട്, അല്ലേ സജിത്ത്? അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ ആക്രമണം ജോസഫ് പാംബ്ലാനിയിൽ അല്ലെങ്കിൽ സംഘപരിവാറുമായി അടുപ്പം പുലർത്തുന്നവർക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം എന്നതിലേക്കാവാം CPM ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിൽ ഒതുങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു സൈഡിൽ ഇതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ സാധ്യതയാക്കാൻ BJP ശ്രമിച്ചേക്കാം, അവർ ഉയർത്തിക്കാട്ടിയേക്കാം. കോൺഗ്രസും മറുചേരിയിലുണ്ട്. അതുകൊണ്ട് ഇതിൽ CPM സ്വാഭാവികമായും ഈ വിമർശനങ്ങളെ ന്യായീകരിക്കാൻ പാടുപെടും. കത്തോലിക്ക സഭയെ മറുവശത്ത് നിർത്തിക്കൊണ്ടൊരു പോരാട്ടത്തിന് CPM തയ്യാറാവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല. ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് ജോസഫ് പാംബ്ലാനിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം? അല്ല, ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഗൗതം മാഷ് വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തില് അവിടെ അറസ്റ്റ് ചെയ്തത് BJP സർക്കാരാണ്. ആ BJP സർക്കാർ അറസ്റ്റ് ചെയ്ത് അവര് തന്നെ പിന്നെ എന്താ പറയാ ജാമ്യം നേടിക്കൊടുത്തെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടിനെ എന്താ പറയുക പിന്തുണയ്ക്കുന്ന പാംബ്ലാനി പിതാവിന്റെ നിലപാടിനെതിരെ വിമർശിച്ചെന്ന് മാത്രമല്ല, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് സഭയ്ക്കെതിരെ ഗോവിന്ദൻ മാഷ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് ആ വിഷയത്തില് ഏറ്റവും കൂടുതൽ പിന്നെ അതിൽ ഇടപെടുകയും അതിൽ അവിടെ പോയി കന്യാസ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൽ CPM ഒരു പരിധി വരെ കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. കോൺഗ്രസ് ആണ് നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നുള്ള വേറൊരു വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അവിടെ BJP കാണിച്ച ഒരു നാടകമാണ്. നമുക്ക് വളരെ വ്യക്തം അറിയാം, മഞ്ജുഷ് വളരെ വ്യക്തമായിട്ട് അറിയാലോ. അവിടെ ഭരിക്കുന്ന ആരാണ്? നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ ഒരു നിയമത്തിന്റെയും പിൻബലം ഇല്ലാതെ കണ്ട് ബജരംഗ് പ്രവർത്തകര് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് നോക്കി നിൽക്കെ തന്നെ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ ജയിലിലേക്ക് അടയ്ക്കുന്നത്. ആ കുട്ടികൾ തന്നെ പറയുന്നത് തങ്ങളെ നിർബന്ധമായിട്ട് കൊണ്ടുപോയതല്ല, തങ്ങൾ പ്രായപൂർത്തി ആയവരാണ്, തങ്ങളുടെ സമ്മതപ്രകാരമാണ് കൊണ്ടുപോയത്, തൊഴിലെടുക്കാനാണ് കൊണ്ടുപോയത്, കുടുംബത്തെ നോക്കാനായിട്ട് കൊണ്ടുപോയത്, മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള വസ്തുതകൾ ആദ്യവും. പക്ഷേ ഇതിനകത്ത് കേന്ദ്രം ഇടപെട്ടത് കൊണ്ടാണ് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായത് എന്നാണ് സഭയുടെ നിലപാട്.